നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ദൃഷ്ട്വാ സൂതം മേനിരേ പാണ്ഡുപുത്ര ഹിത്വാ നീതം ലക്ഷ്യവരം ധരായാം. പാണ്ഡുപുത്രന്മാർ ഉടനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു, ഈ സൂതപുത്രനായിരിക്കുന്ന കർണൻ വളരെ വേഗത്തില് ആ അമ്പുകൾ തൊടുത്തിട്ട് ആ ലക്ഷ്യത്തെ വളരെ എളുപ്പത്തില് അനായാസമായിട്ട് ഭേദിച്ച് ഭൂമിയിലേക്ക് തള്ളിയിടും. അയാള് ഈ സ്വയംവരത്തില് ആ കന്യകയെ നേടാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് അയാളുടെ ഭാവത്തിൽ നിന്ന് തന്നെ, കർണന്റെ ഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കർണൻ അപ്പോൾ ആ രംഗത്ത് ശോഭിച്ചത് അഗ്നിയെക്കാളും പ്രകാശത്തോടുകൂടി, ചന്ദ്രനേക്കാളും പ്രകാശത്തോടുകൂടി, സൂര്യനേക്കാളും പ്രകാശത്തോടുകൂടി, ആരെയും ആകർഷിക്കുന്ന പ്രഭയോടുകൂടിയിട്ട് കർണൻ ആ വേദിയില് ആ അമ്പുകൾ ലക്ഷ്യത്തിലേക്ക് വിടാനായിട്ട് തയ്യാറായി നിൽക്കുകയായിരുന്നു. ദൃഷ്ട്വാ തു തം ദ്രൗപദീ വാക്യമുച്ചൈഹി ജഗാദനാഹം വരയാമി സൂതം. ഇതെല്ലാം കണ്ടിട്ട് ദ്രൗപദി ഉടനെ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു സൂതനെ വിവാഹം കഴിക്കില്ല, സൂതനെ ഞാൻ സ്വയംവരം ചെയ്യില്ല. അതുകൊണ്ട് സൂതപുത്രനായിരിക്കുന്ന ഈ കർണൻ വില്ലെടുക്കണ്ട എന്ന ആശയം ഇങ്ങനെ പാഞ്ചാലി വിളിച്ചു പറഞ്ഞു. കാരണം ലക്ഷ്യം ഭേദിച്ചാലും അങ്ങനെയുള്ള വീരന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ടയാളിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാഞ്ചാലിക്കുണ്ട്. അതാണ് സ്വയംവരം. സൂതപുത്രൻ വില്ലെടുക്കണ്ട, ഞാൻ വരിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് സാമർഷഹാസം പ്രസമീക്ഷ്യ സൂര്യം തത്യാജകർണ സ്ഫുരിതം ധനുസ്തത്. കർണന് കടുത്തതായ കോപമുണ്ടായി എന്ന് മാത്രമല്ല, കോപത്തോടൊപ്പം ദ്രൗപദിയോട് പരമമായിരിക്കുന്ന പുച്ഛവും തോന്നി. എന്നിട്ട് നേരെ ആകാശത്തേക്ക് നോക്കി. തന്റെ കവചത്തെ പോലെ, തന്റെ കുണ്ടലത്തെ പോലെ ആകാശത്ത് നിന്ന് ശോഭിക്കുന്ന സൂര്യനെ നോക്കി. എന്നിട്ട് ആ വില്ല് അവിടെ അതിരുന്ന സ്ഥാനത്തേക്ക് വച്ചിട്ട് കർണൻ അവിടെ നിന്ന് ക്രോധത്തോടെ മടങ്ങിപ്പോയി. തനിക്ക് നിഷ്പ്രയാസം ആ ലക്ഷ്യത്തെ ഭേദിക്കാനാകും എന്ന വിശ്വാസം കർണനുണ്ട്. ഭേദിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളത് ആ അമ്പ് എയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. എങ്കിലും അതുവരെയുള്ള ആ വില്ലെടുത്ത് ഉലയ്ക്കുക എന്നുള്ള കർമ്മം അനായാസമായിട്ട് ആരെയും ആകർഷിക്കുന്ന പ്രകാരത്തിൽ സുന്ദരമായിട്ട് കർണൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചുവടും ഒരുപക്ഷെ അങ്ങനെ തന്നെ ചെയ്തു എന്ന് വരാം. അങ്ങനെ ചെയ്യും എന്ന ധാരണ പാണ്ഡവന്മാർക്കും ഉണ്ടായല്ലോ. പക്ഷെ സഭാമധ്യത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ പാഞ്ചാലി തിരസ്കരിച്ചപ്പോ അത് കർണന്റെ ഹൃദയത്തില് ഒടുങ്ങാത്ത പകയായി തീർന്നു. പക്ഷെ തനിക്കൊന്നും ചെയ്യാനാവില്ല. അരുതാത്ത സ്ഥാനത്താണ് താൻ കയറി നിൽക്കുന്നത്. തന്റെ പ്രവൃത്തിയെ അരുതാത്തതായിരുന്നു എന്ന് തിരിച്ചറിയാൻ, എന്ന് മനസ്സിലാക്കാൻ, തന്നെ തന്നെ, തന്റെ പ്രവൃത്തിയെ തന്നെ വിലയിരുത്താൻ കർണന്റെ മനസ്സ് അനുവദിച്ചില്ല. കർണന്റെ സ്ഥാനത്ത് വർദ്ധിച്ചതായ ക്രോധമില്ലാത്ത, ആസുരീ സമ്പത്തില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ തന്റെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞേനെ.
പാഞ്ചാലി ഇങ്ങനെ പറഞ്ഞത് കർണന്റെ കുറ്റം കൊണ്ടാണ്. കർണൻ അങ്ങനെ അവിടെ അർഹതയില്ലാത്തടത്ത് കടന്നു ചെന്ന് വില്ലെടുത്തില്ലായിരുന്നു എങ്കിൽ പാഞ്ചാലി ഇങ്ങനെ പറയുമായിരുന്നില്ല. അങ്ങനെ പാഞ്ചാലി പറയാൻ നിർബന്ധിതയായി. അതിന്റെ പേരിൽ പാഞ്ചാലിയോട് ക്രോധം. പക്ഷെ ആ ക്രോധം വീട്ടാനായിട്ട് അവസരമെങ്ങുമില്ല. പരിപൂർണമായിട്ടും ക്രോധം വീട്ടാനുള്ള അവസരത്തെ തടയുന്ന പ്രകാരത്തിലായിരുന്നു തുടർന്നുണ്ടായ സംഭവങ്ങൾ. ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരാൾ കയറി വന്നു വേദിയിലേക്ക്. ക്ഷത്രിയന്മാരെല്ലാം പരാജയപ്പെട്ട വേദിയില് ക്ഷത്രിയന്മാരാ സ്വയംവരത്തിൽ ഇനി ആരുമില്ല ആ ലക്ഷ്യം ഭേദിക്കാൻ. അപ്പോ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരാൾ വന്നു. അയാൾ അനായാസമായിട്ട് വില്ലെടുത്തു, അമ്പുകൾ തൊടുത്തു, ആ യന്ത്രത്തെ ഭേദിച്ചു. പാഞ്ചാലി സസന്തോഷം ആ ആളിനെ വരിക്കുകയും ചെയ്തു. അവരഞ്ചുപേരും അവിടെ വന്നിരുന്നപ്പോൾ തന്നെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഉപവിഷ്ടരായിരുന്ന കൃഷ്ണനും ബലഭദ്രനും ആൾക്കാരെ മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ ഭീമസേനനെ ആർക്കും മറയ്ക്കാൻ പറ്റൂല. എത്രയൊക്കെ വേഷം മാറി ബ്രാഹ്മണ വേഷം കിട്ടിയാലും ആ വലിപ്പം, ആ ശരീരപ്രകൃതം അത് വിളിച്ചു പറയും ഇത് ഭീമനാണ് എന്ന്. കാരണം ആ ശരീരപ്രകൃതം വേറെ ആർക്കുമില്ല ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ മനസ്സിലാക്കിയിരുന്നു. ബലഭദ്രൻ ചേട്ടന് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അർജുനൻ വേദിയിലേക്ക് വരുമ്പോഴേക്കും അത് അർജുനനാണ് എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അർജുനൻ ജയിക്കും എന്നും അറിയാം. പാഞ്ചാലി സ്വയംവരത്തിൽ അവർ വളരെയേറെ സന്തോഷിച്ചു. തുടർന്ന് വലിയ കോലാഹലമെല്ലാം അവിടെ ഉണ്ടായി. പാഞ്ചാലിയെ സ്വയംവരം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചേർന്ന രാജാക്കന്മാര് കലഹിക്കുന്നുണ്ട് പാണ്ഡവന്മാരോട്. അത് പാണ്ഡവന്മാരെന്നറിയാതെ ബ്രാഹ്മണരോട് കലഹിക്കുന്നുണ്ട്. അതെല്ലാം തുടർന്നുണ്ടായ സംഭവങ്ങൾ. അങ്ങനെ കർണന്റെ മനസ്സിൽ പാഞ്ചാലിയോട് ക്രോധമുണ്ടാകാനുള്ള കാരണം ഇതാണ്. അതും കർണന്റെ തെറ്റുകൊണ്ട്. പക്ഷേ തന്റെ തെറ്റിനെ കർണൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അതിമാനിയാണ് കർണൻ. താൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ആരാധ്യനായ പുരുഷനാണ്. എല്ലാവരും എന്നെ ബഹുമാനിച്ചു കൊള്ളണം. ഇതാണ് കർണന്റെ നിരന്തരമായിട്ടുള്ള മനസ്സിലെ വിചാരം. ദംഭോദർപ്പോതിമാനശ്ച. അങ്ങനെ കർണന്റെ ആ അതിമാനം കുറ്റം മുഴുവൻ ദ്രൗപദിയുടെ പുറത്ത് ചാരിയിട്ട് ദ്രൗപദിയോട് പക വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനുള്ള അവസരം ദുര്യോധനന്റെ ഈ പ്രവൃത്തി കൊണ്ട്, ചൂത് കളിക്കാൻ വെല്ലുവിളിക്കുക എന്നുള്ള പ്രവൃത്തി കൊണ്ട്, ശകുനിയെ കൊണ്ട് പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും എല്ലാം പണയപ്പെടുത്തുക എന്നുള്ള ആ പ്രവൃത്തി കൊണ്ട് സാധിച്ചു. ദുര്യോധനന്റെ പ്രവൃത്തികളെ, ദുര്യോധനന്റെ ലോഭത്തെ, പാണ്ഡവന്മാരുടെ സമ്പത്ത് മുഴുവൻ അപഹരിക്കാനുള്ള ലോഭത്തെ കർണൻ തന്റെ അവസരമായിട്ട് വിനിയോഗിക്കുകയായിരുന്നു. അങ്ങനെ ദുശാസനന് ഭീകരമായി മരിക്കാനുള്ള അവസരം കർണൻ ഉണ്ടാക്കിക്കൊടുത്തു. അതേപോലെ തന്നെ ദുര്യോധനനെ ആ സംഭവങ്ങളെല്ലാം വളരെയേറെ ഉത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ കർണനെ പ്രോത്സാഹിപ്പിക്കുന്നു, കർണൻ ദുര്യോധനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ദുര്യോധനൻ അരുതാത്തത് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചു കാണിച്ചു. അത് ഗദായുദ്ധത്തിന്റെ അന്ന് പ്രഖ്യാതമായിരിക്കുന്ന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ ദുര്യോധനന്റെ കാലില് ഭീമസേനന്റെ ഗദാഘാതം ചെന്നു വീഴാനും അങ്ങനെ ദുര്യോധന മൃത്യുവിന് കാരണമായി തീരാനും അവസരമൊരുക്കി. ഇങ്ങനെ കർണക്രോധം എവിടെയെല്ലാം പോയി ഭരിക്കുന്നു എന്ന് നോക്കുക. ഇതാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കുന്തി യുധിഷ്ഠിരന് ആജ്ഞ കൊടുക്കാനുള്ള കാരണവും. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തില് നമുക്ക് ആ സംഭവം നേരിട്ട് കാണുവാനായി സാധിക്കും. നാം ഇതുവരെ കണ്ടത് മഹാഭാരതത്തിലെ സഭാപർവമാണ്. ചൂതുകളിയെല്ലാം സഭാപർവത്തിൽ നടന്നതാണ്.
ഉദ്യോഗപർവം യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ സന്ദർഭം, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് രണ്ടു പക്ഷത്തും നടക്കുന്നു. പാണ്ഡവന്മാരിയ്ക്കുന്നത് വിരാടത്താണ്, കൗരവന്മാർ ഹസ്തിനാപുരത്തും. ആദ്യം വ്യവസ്ഥ അനുസരിച്ചിട്ട് പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ടതായ പകുതി രാജ്യം തിരിച്ചു കൊടുക്കുക എന്നതിനു വേണ്ടി ദൂതനെ അയക്കുന്നു അവിടെ ഹസ്തിനാപുരത്തിലേക്ക്. തുടർന്ന് ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല പ്രകാരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു. അവസാനം ഈ യുദ്ധം വിനാശം ഉളവാക്കും എന്നുള്ളത് കൊണ്ട് യുദ്ധം ഒഴിവാക്കാനുള്ള പരിശ്രമം താനും ചെയ്യണം എന്ന് ശ്രീകൃഷ്ണൻ നിശ്ചയിച്ചതുകൊണ്ട് കൃഷ്ണൻ യുധിഷ്ഠിരന്റെ ദൂതനായി, ശാന്തി ദൂതനായി ഹസ്തിനാപുരത്തേക്ക് പോയി. ശ്രീകൃഷ്ണൻ മഹാരാജാവിന്റെ മുന്നിൽ ചെന്ന് താൻ ശാന്തിദൂതനായി വന്നിരിക്കുന്ന അവസരം അറിയിച്ചു. അന്ന് കൃഷ്ണൻ പാർക്കുന്നത് വിതുരഗ്രഹത്തിലാണ്. ദുര്യോധനൻ കൃഷ്ണനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സകല സൗകര്യങ്ങളുടെ നടുവിൽ അന്ന് രാത്രി കഴിയാം. പിറ്റേ ദിവസമാണ് യുധിഷ്ഠിരന്റെ വാക്കുകളെ മഹാരാജാവിനെ കേൾപ്പിക്കേണ്ടത്. തന്റെ കൊട്ടാരത്തിൽ പാർക്കാമെന്ന് വിളിച്ചു. പക്ഷേ കൃഷ്ണൻ കൂട്ടാക്കിയില്ല. അത് വേണ്ട എന്ന് പറഞ്ഞത് നിരസിച്ചിട്ട് ക്ഷത്താവിന്റെ വീട്ടിലേക്ക്, വിതുരന്റെ വീട്ടിലേക്ക് കൃഷ്ണൻ താമസിക്കാൻ പോയി. വിതുരൻ കൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുപോവാണ്. അവിടെയാണ് കുന്തി പാർക്കുന്നത്. പാണ്ഡവന്മാരുടെ വനവാസകാലം, അജ്ഞാതവാസകാലം എല്ലാം കുന്തി അവിടെയാണ്.